മരത്തിന് ഇലവയ്ക്കുമ്പോൾ എത്താത്തവരുടെ പുല കൊണ്ടിടാം എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പാടിയത്. ഈ ഊട്ടുപുരയിൽ ബ്രാഹ്മണർക്ക് ഉച്ചയ്ക്കും രാത്രിയും, ഉച്ചയെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 11-11:30, പിന്നെ രാത്രി 2 നേരം ശാപ്പാടുണ്ട് ബ്രാഹ്മണർക്ക്. പക്ഷേ ഊണ് നൂല് വേണം. ഊണ് നൂലല്ല, ഊണ് നൂൽ. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഊണ് കിട്ടും. ഊട്ടുപുരകളിൽ ഇപ്പോൾ ഊട്ടുപുര എന്ന് പറഞ്ഞൊരു കട എന്തോ തുടങ്ങിയിട്ടുണ്ട്, ഹോട്ടൽ. അവിടെ ഊട്ടുന്നതല്ല, കാശ് കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിച്ച് കഴിക്കണം. നമ്മളൊന്നും ആരും ഊട്ടാനൊന്നും പോകുന്നില്ല. കാശ് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലെ കാശ് വായിലെ ദോശ, അങ്ങനെ പോവും. അപ്പോൾ ഈ ആധ്യാത്മിക സദസ്സുകളിൽ ആളുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ള പരിഭവം ആർക്കും വേണ്ട എന്നും ഈ വിഷയം കേൾക്കാൻ ആളുകൾ കുറവായിരിക്കും, പറയാൻ ധാരാളം ആൾക്കാരുണ്ടായിരിക്കും. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പറയുന്നവർക്ക് ദുർഭിക്ഷമില്ല, പറയാൻ ധാരാളം ആൾക്കാരുണ്ട്, കേൾക്കാനാണ് ആളെ കിട്ടാത്തത്, ശ്രോതാക്കളാണ് കിട്ടാത്തത്. എന്തുകൊണ്ട്? പുണ്യം ചെയ്തവർ വളരെ കുറവാണ്. അമ്പലങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ വിചാരിക്കും ജനങ്ങളിൽ ഭക്തിഭാവം വർദ്ധിച്ചിരിക്കുന്നു എന്ന്. തെറ്റാണ്. അവർ കൂടുതൽ അസ്വസ്ഥരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ക്ഷേത്രങ്ങളിലെ തിരക്ക് സൂചിപ്പിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് അമ്പലത്തിൽ പോകുന്നില്ല? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പ്രശ്നമോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ആ സ്വാമിക്ക് പിന്നെ കുടുംബമില്ല, കുട്ടികളില്ല, മാസാമാസം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്, പിന്നെ DA വർധനവ് അതൊക്കെ കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കും. എനിക്ക് ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നാൽ ഞാൻ എങ്ങനെയായിരിക്കും ജീവിക്കുക, അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും ഈ ബാഹ്യമായ ചുറ്റുപാടുകളൊന്നും നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാൻ നാം അനുവദിക്കരുത്. സ്വസ്ഥത ഉള്ളിൽ ഓരോ വ്യക്തിയും സ്വയം തേടേണ്ടതാണ്, തേടി നേടേണ്ടതാണ്. പുറമേ ഒന്നുമില്ല, പുറമേ കുറേ നാമരൂപങ്ങൾ, അത് മായയുടെ സൃഷ്ടിയുമാണ്. അപ്പോൾ ഈ പലതരം ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവർ അവരെല്ലാവരും ശരീരത്തെ ആത്മാവാണെന്ന് കരുതി ഭ്രമിച്ചു പോയവരാണ്. ചാർവാകന്മാർ, ന്യായശാസ്ത്രത്തെ പിന്തുടരുന്നവർ, ഗൗതമ മഹർഷിയുടെ സിദ്ധാന്തമാണ് ന്യായം. സാഖ്യന്മാർ, കപില മഹർഷിയാണ് സാഖ്യ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ബൗദ്ധന്മാർ, ബുദ്ധമതാനുയായികൾ. കണാദ മഹർഷിയുടെ പിന്തുടർച്ചക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. കണാദൻ വൈശേഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് കണാദൻ. ഇങ്ങനെയുള്ള വേദാന്ത ദർശനം ഒഴികെ മറ്റ് ദർശനങ്ങളിൽ, മറ്റ് 5 ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരെല്ലാവരും തന്നെ ദേഹത്തെ ആത്മാവാണെന്ന് കരുതി ഭ്രമിക്കുന്നവരാണ്. അവർക്ക് ഒരിക്കലും ദുഃഖം നീങ്ങിക്കിട്ടുകയില്ല. പണ്ഡിതാഹ മോക്ഷോപായാലാഭാത് ഭഗ്നാഹ, മോക്ഷം എങ്ങനെ നേടണം എന്ന് അവർക്ക് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഉപായത്തെ വെളിപ്പെടുത്തി തരുന്ന വേദാന്ത ശാസ്ത്രത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് എന്താണ് അവരുടെ സ്ഥിതി? ഭഗ്നാഹ, അവർ തകർന്നു പോയിരിക്കുന്നു മാനസികമായി. പരാജിതാഹ ദൃശ്യന്ത ഇതി യോജ്യം, മനുഷ്യജന്മം ലഭിച്ചിട്ടും മോക്ഷം നേടാൻ അവർ പ്രയത്നിക്കുന്നില്ല. ദുഃഖങ്ങളാൽ ബാധിക്കപ്പെട്ട് അവരുടെ ജീവിതത്തെ വ്യർത്ഥമാക്കി തീർക്കുന്നു, പാഴാക്കി കളയുന്നു എന്നർത്ഥം. വേദാന്തിഭിർവ ജൽപകഥായാം ഭഗ്നാഹ പരാജിതാ ദൃശ്യന്ത ഇതി യോജ്യം. അവരോട് വേദാന്തികൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടാൽ അവർ വളരെ വേഗം തന്നെ പരാജയപ്പെടും. വേദാന്തം നിരത്തുന്ന യുക്തികളുടെ മുമ്പിൽ അവരുടെ യുക്തികളൊന്നും വിലപ്പോവില്ല. കാരണം സത്യവുമായി ബന്ധപ്പെട്ടവയല്ല അവരുടെ യുക്തികൾ. ഓരോ മനസ്സിൻ്റെ സങ്കല്പങ്ങളോ മനസ്സിൻ്റെ സൃഷ്ടികളോ ആണ്.
ആത്മതത്വത്തെ കണ്ടെത്തിയവർ മാത്രമേ, അല്ലെങ്കിൽ വേദാന്തത്തിൽ അഭിരുചിയുള്ളവർ. ആർക്കാണ് വേദാന്തത്തിൽ അഭിരുചി ഉണ്ടാവുക? എല്ലാ ശാസ്ത്രങ്ങളെയും നല്ല പോലെ കൂലങ്കഷമായി പഠിച്ചിട്ട് വേദാന്തം മാത്രമേ അന്തിമ സത്യത്തെ പ്രതിപാദിക്കുന്നുള്ളൂ, ആ വേദാന്ത ശാസ്ത്രമാണ് പിന്തുടരപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ വേദാന്തത്തിൽ ദൃഢവിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജൽപ്പനം ചെയ്തുകൊണ്ട് നടക്കുന്നു എന്നാണ്, പുലമ്പിക്കൊണ്ട് കഴിയുന്നു. അവരെ വേദാന്തികൾക്ക് തോൽപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്നവർ കൈമലർത്തും. ബുദ്ധിയെ മാത്രം പിന്തുടർന്നു പോകുന്നവർക്ക് ഈ ദുരനുഭവമാണ് എന്നും ഉണ്ടാവുക. ദേഹാദിജീവൻ മുക്താനാം സ്വഭാവാന്ന കദാചന മൃതോപി നൈവം മ്രിയതേ രുദന്നപി നരോദിതി. ജീവൻ മുക്ത പുരുഷന്മാർക്ക് സ്വാഭാവികമായി ശരീരം മുതലായവയുമായി ബന്ധമില്ല. അവർ തനിക്കൊരു ശരീരമുണ്ടെന്നോ അല്ലെങ്കിൽ മനസ്സുണ്ടെന്നോ പ്രാണനുണ്ടെന്നോ ഇന്ദ്രിയങ്ങളുണ്ടെന്നോ അവർ കരുതുന്നില്ല. അവയുമായിട്ടുള്ള ബന്ധത്തെ പൂർണ്ണമായി വിച്ഛേദിച്ചവരാണ് ജീവൻ മുക്ത പുരുഷന്മാർ. അവർക്ക് സ്വാഭാവികമായി മായാകാര്യങ്ങളുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അങ്ങനെയുള്ള ജ്ഞാനികൾ അല്ലെങ്കിൽ ജീവൻ മുക്തന്മാർ മൃതോപി നൈവം മ്രിയതേ, അവർ മരിച്ചാലും മരിക്കുന്നില്ല എന്നാണ്. മരണമില്ലാത്തവരാണ്, അമരപദത്തിൽ എത്തിച്ചേർന്നവരാണ്. നമ്മൾ ഒരാളെ എപ്പോഴാണ് മരിക്കുക എന്ന് പറയുന്നത്? അയാളുടെ ശരീരം നിശ്ചേഷ്ടമാകുമ്പോൾ, തെക്കോട്ട് തലവെച്ച് കിടത്തുമ്പോഴാണ് ആൾ പോയി, ചത്തുപോയി എന്ന് പറയുന്നത്. ജ്ഞാനിക്ക് മരണമില്ല. ജ്ഞാനിയുടെ ശരീരം നശിച്ചാലും ജ്ഞാനി നശിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മൃതോപി നൈവം മ്രിയതേ, മരിച്ചാലും മരിക്കാത്തവനാണ് ജീവൻ മുക്തൻ. രുദന്നപി നരോദിതി, അയാൾ കരഞ്ഞാലും കരയാത്തവനാണ്. അദ്ദേഹത്തിന് ദുഃഖം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖത്താൽ ബാധിക്കപ്പെടുന്നില്ല. പക്ഷേ ഒരു ജ്ഞാനി ചിലപ്പോൾ കരഞ്ഞു എന്ന് വരാം. മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, അവർക്കല്പം ആശ്വാസം ലഭിച്ചോട്ടെ എന്ന് വിചാരിച്ച് മറ്റുള്ളവരോടൊപ്പം ഒരു ജീവൻ മുക്തൻ കരഞ്ഞു എന്ന് വരാം. പക്ഷേ അങ്ങനെ അയാൾ കരയുമ്പോഴും അയാളുടെ ഉള്ളിൽ ദുഃഖത്തിൻ്റെ കണിക പോലുമില്ല. കരയുന്നവനാണെങ്കിലും കരയുന്നില്ല. അതാണ് ജീവൻ മുക്തൻ. അസ്തുവാ ബന്ധസ്യ സുഖദുഃഖാദേർ ദേഹേപി കഥഞ്ചിത് അനുഭവ മോക്ഷസ്യ തു സ നാസ്ത്യേവ. ബന്ധമെന്ന് പറയുന്നത് സുഖദുഃഖങ്ങളാണ്. ആ സുഖദുഃഖങ്ങൾ ശരീര മനസ്സുകളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ സുഖദുഃഖങ്ങൾ മനസ്സിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. പക്ഷേ ശരീരത്തിലൂടെയാണ് മനസ്സ് ആ അനുഭവങ്ങളെ പ്രാപിക്കുന്നത്. മോക്ഷസ്യ തു സ നാസ്ത്യേവ. മോക്ഷം പോലും ഒരു ജ്ഞാനിക്കില്ല. താൻ നിത്യമുക്തമായ ആത്മാവാണ് എന്ന് സാക്ഷാത്കരിക്കുന്നവനാണ് ജ്ഞാനി. നേരത്തെ ഞാൻ ബദ്ധനായിരുന്നു, ഇപ്പോൾ മുക്തനായി എന്നല്ല. എന്നിൽ ഒരിക്കലും ഈ ബന്ധം കയറി വന്നിട്ടില്ല, ഞാൻ ഒരിക്കലും ബദ്ധനായിട്ടില്ല. ഇതാണ് ജ്ഞാനിയുടെ മോക്ഷാനുഭവം. മോക്ഷസ്യ തു സ നാസ്ത്യേവ. തനിക്ക് ഒരിക്കലും ബന്ധം ഉണ്ടായിട്ടില്ല, താൻ ഒരിക്കലും ജനിച്ചിട്ടില്ല, മരിച്ചിട്ടുമില്ല. തനിക്ക് ശരീര ഇന്ദ്രിയ ബുദ്ധി മനസ്സ് ഇവയൊന്നും ഇല്ലാതിരുന്നു. ഇവയുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടാത്ത ആത്മാവായിരുന്നു താൻ എന്നും. ഇതാണ് ജ്ഞാനം, അല്ലെങ്കിൽ ജ്ഞാനത്തിലൂടെ നേടപ്പെടുന്ന മോക്ഷം. ജീവൻ മുക്തൈഹി സമാധൗ ദേഹാഭിമാനേ സ്ഫുടം തദനുഭവാത്
ദേഹഭാനെ വ്യുത്ഥാനകാലേ മന്ദമധ്യമ ജ്ഞാനിഭിः തദനുഭവാത് ചേത്യാശയേനാഹ. ഈ ജ്ഞാനികളിൽ തന്നെ പല ഗ്രേഡുണ്ട്. ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരീയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ. എല്ലാവരും ബ്രഹ്മജ്ഞാനികളാണ്, ജ്ഞാനം നേടിയവരാണ്. പിന്നെ എന്തിനാണ് ഈ ഗ്രഡേഷൻ അല്ലെങ്കിൽ ഈ തരംതിരിവ് എന്ന് ചോദിച്ചാൽ, ജ്ഞാനത്തിൽ തരംതിരിവ് സാധ്യമല്ല. പല തരത്തിലുള്ള ജ്ഞാനമില്ല, ജ്ഞാനം ഒന്ന് തന്നെയാണ്. പക്ഷേ ജ്ഞാനം നേടിയിട്ടുണ്ടെങ്കിലും ഇവർ ബാഹ്യ വിഷയങ്ങളാൽ എത്ര കണ്ട് ബാധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരംതിരിവ് നടത്തിയിട്ടുള്ളത്. ജ്ഞാനത്തിൽ ഗ്രഡേഷൻ ഇല്ല. ഒരാൾ ആത്മജ്ഞാനം നേടിയിട്ടുണ്ട്, ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് അദ്ദേഹം അറിയുന്നു. പക്ഷേ ആ ജ്ഞാനത്തിൽ നിഷ്ഠ ലഭിക്കാത്തത് കൊണ്ട്, ആ ജ്ഞാനം ഉറയ്ക്കാത്തത് കൊണ്ട്, കാലക്രമത്തിലാണ് ജ്ഞാനം ഉറയ്ക്കുക. ആ ജ്ഞാനത്തിൽ ഉറപ്പ് വരണം. അറിഞ്ഞു എന്നതുകൊണ്ട് പൂർണ്ണമായും മായയെ അതിജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബാഹ്യ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ, ദൃശ്യങ്ങളാൽ അദ്ദേഹം എത്ര കണ്ട് ബാധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദേഹബോധമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജ്ഞാനികളെ നാലായി തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനി കരയുന്നുണ്ടെങ്കിലും കരയുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ബ്രഹ്മവിദ് വരിഷ്ഠനെക്കുറിച്ച് പറഞ്ഞതല്ല, ആദ്യത്തെ രണ്ട് വിഭാഗക്കാരെക്കുറിച്ച് പറഞ്ഞതാണ്. അതായത് ബ്രഹ്മവിദ് വരൻ, മൂന്നാമത്തേതാണ് വരീയാൻ. അപ്പോൾ ഈ രണ്ട് കൂട്ടരാണ് സുഖദുഃഖങ്ങളാൽ ജ്ഞാനം നേടിയതിന് ശേഷവും ബാധിക്കപ്പെടുന്നത്. അവരുടെ ഉള്ളിൽ കുറച്ച് മോഹം പിന്നെയും ബാക്കിയുണ്ട്. അപ്പം നമുക്കൊരു സംശയം തോന്നും, ഈ അജ്ഞാനം ജ്ഞാനത്തിലൂടെ പൂർണ്ണമായി നശിപ്പിക്കപ്പെടും എന്നല്ലേ ശാസ്ത്രങ്ങൾ പറയുന്നത്? അങ്ങനെ ജ്ഞാനത്താൽ അജ്ഞാനം പൂർണ്ണമായി നീങ്ങിയാലും ഈ ആദ്യത്തെ രണ്ട് കൂട്ടരെ, അതായത് ബ്രഹ്മവിത്തിനെയും ബ്രഹ്മവിദ് വരനെയും ഈ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉള്ളിൽ വാസന പിന്നെയും അവശേഷിക്കുന്നു. പൂർണ്ണമായ വാസനാനാശം നേടിയാലേ ആത്മജ്ഞാനം പ്രകാശിക്കൂ എന്നില്ല. വാസനകൾ ഏതാണ്ടൊക്കെ ഉള്ളിൽ നിന്ന് നീങ്ങിയാൽ, തത്വബോധം ഏതാണ്ടൊക്കെ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആത്മജ്ഞാനം പ്രകാശിക്കാൻ ആരംഭിക്കും. പക്ഷേ വാസനാനാശം പൂർണ്ണമായിട്ടുണ്ടാവില്ല. ആ വാസനാനാശം കാലക്രമത്തിലേ പൂർണ്ണമാകൂ. അപ്പോൾ ആ ഉള്ളിലുള്ള വാസനകളുടെ ഏറ്റക്കുറച്ചിലിനെ അനുസരിച്ചാണ് ഈ ബ്രഹ്മജ്ഞാനികളെ പല തട്ടുകളായി തിരിച്ചിട്ടുള്ളത്. ജീവൻ മുക്തൈഹി സമാധൗ ദേഹാഭാനെ. ജീവൻ മുക്തൻ സമാധിയിൽ പ്രവേശിക്കുമ്പോൾ ശരീരാനുഭവം അദ്ദേഹത്തിനില്ല. സ്ഫുടം തദനുഭവാത്, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമായി അറിയുന്നു. പക്ഷേ ആ സമാധിയിൽ നിന്ന് വീണ്ടും ശരീര മനോബുദ്ധി തലങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ ജ്ഞാനം എത്ര കണ്ട് അയാൾക്ക് സഹായകമാകുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആത്മാവിനെ അറിഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് വ്യുത്ഥാനദശയിൽ എന്ന് പറഞ്ഞാൽ സമാധിയിൽ നിന്ന് മനസ്സ് ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും തലത്തിലെത്തുമ്പോൾ ആ ജ്ഞാനം എത്ര കണ്ട് അയാളെ തുണയ്ക്കുന്നു, അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ ഉള്ളിൽ ഇനിയും എത്ര കണ്ട് വാസനകൾ ബാക്കിയുണ്ട് അതിനെ ആശ്രയിച്ചിരിക്കും. എല്ലാവരും സമാധിയിൽ പ്രവേശിച്ചാൽ ഞാൻ ആത്മാവാണ് എന്നുള്ള അനുഭവം ഉണ്ടാവും. പക്ഷേ വീണ്ടും ലൗകിക തലത്തിൽ, ദേഹതലത്തിൽ ദൃശ്യങ്ങളെ അനുഭവിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ തലത്തിലേക്ക് വരുമ്പോൾ ആ ജ്ഞാനം എത്ര കണ്ട് വ്യക്തമായി ഉള്ളിൽ പ്രകാശിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തരംതിരിച്ചിരിക്കുന്നത്. തദനുഭവാത്
ദേഹഭാനെ വ്യുത്ഥാനകാലെ, ശരീരം ഉണ്ട് എന്ന് മനസ്സ് രേഖപ്പെടുത്തുമ്പോൾ, അതാണ് വ്യുത്ഥാന ദശ എന്ന് പറയുന്നത്. സമാധിയിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോൾ മന്ദമധ്യമജ്ഞാനിഭിഹി, മന്ദൻ മധ്യമൻ, ഇങ്ങനെ. ഇല്ല, ജ്ഞാനിയെ മന്ദൻ എന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനി ശ്രേഷ്ഠനാണ്. അജ്ഞാനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജ്ഞാനി വളരെ ഉയർന്ന തലത്തിലാണ്. പക്ഷേ ജ്ഞാനികളിൽ ശ്രേഷ്ഠരായ ബ്രഹ്മവിദ് വരിഷ്ഠരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും തലത്തിൽ നിൽക്കുന്നവർ മന്ദന്മാരും മധ്യമന്മാരും തന്നെയാണ്. അവർ മോശക്കാരെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. മന്ദമധ്യമജ്ഞാനിഭിഹി തദനുഭവാത്, അവർ മായയുടെ പിടിയിൽ പലപ്പോഴും കുടുങ്ങും. ആത്മജ്ഞാനി എങ്ങനെയാണ് മായയുടെ പിടിയിൽ കുടുങ്ങുന്നതെന്ന് ചോദിച്ചാൽ, മായയെ പൂർണ്ണമായി തരണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജ്ഞാനം പ്രകാശിക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ആ വാസനകൾ പിന്നെയും ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടാവും. അത് ശരീരതലത്തിലേക്ക് വരുമ്പോൾ അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് മന്ദമധ്യമ ജ്ഞാനികളെ സുഖദുഃഖങ്ങൾ ബാധിക്കും. ബ്രഹ്മവിദ് വരിയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ, മൂന്നും നാലും, മൂന്നാമത്തെയും നാലാമത്തെയും തലത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖദുഃഖങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. അവർ പൂർണ്ണമായും മായയെ തരണം ചെയ്തവരാണ്. സ്വഭാവാത് നിത്യ അശരീരാത്മസ്വഭാവാത്, ജ്ഞാനികൾ അല്ലെങ്കിൽ ജ്ഞാനം ഉറപ്പു വന്ന വ്യക്തികൾ, അവർ ഒരിക്കലും തനിക്ക് ശരീരമുണ്ട് എന്ന് കരുതുന്നില്ല. ശരീരത്തെ മറന്നാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും തലത്തിലുള്ള ജ്ഞാനികൾ കഴിയുന്നത്. അവർ പ്രപഞ്ചത്തെയും ശരീരത്തെയും ഏതാണ്ട് വിസ്മരിച്ച മട്ടാണ്. പ്രപഞ്ചോ വിസ്മൃത പ്രായ, പ്രപഞ്ചം ശരീരം വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ശരീരം. അതുകൊണ്ട് പ്രപഞ്ചബോധം അശേഷം അവരുടെ ഉള്ളിലില്ല. അവരുടെ ദൃഷ്ടിയിൽ ഈ പ്രപഞ്ചം ഏതാണ്ട് മറക്കപ്പെട്ട ഒന്നായി തീർന്നിരിക്കുന്നു. ഇതിനെ ഒന്നും സത്യമാണെന്ന് ആ ജ്ഞാനിയുടെ ബുദ്ധി അംഗീകരിക്കുന്നില്ല. അല്ല, ഇതിനെന്തെങ്കിലും പ്രമാണമുണ്ടോ? വീടിനൊക്കെ പ്രമാണം ഉള്ളതുപോലെ എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഡോക്യുമെൻ്റ്, സ്ക്രിപ്ചറൽ എവിഡൻസ് എന്തെങ്കിലും വേണം. ഉണ്ടല്ലോ, പറയാം. കഠോപനിഷത്തിലെ 2ാമത്തെ വല്ലിയിലെ 21ാമത്തെ ശ്ലോകം, ചില പുസ്തകങ്ങളിൽ 22ാമത്തെ ശ്ലോകമായിട്ടാണ് ഈ ശ്ലോകം കാണപ്പെടുന്നത്. അതിനെയാണ് വ്യാഖ്യാതാവ് ഉദ്ധരിക്കുന്നത്. തഥാച ശ്രുതിഹി അശരീരം ശരീരേഷ്വനവസ്ഥേഷ്വവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി ഇതി. കഠോപനിഷത്ത് എന്താ പ്രഖ്യാപിക്കുന്നത്? അശരീരം ശരീരേഷു, ശരീരങ്ങളിൽ ശരീരമില്ലാത്തവനായി വർത്തിക്കുന്നവനാണ് ഈ ആത്മാവ്. ശരീരങ്ങളുടെ ഉള്ളിൽ അത് പ്രകാശിക്കുന്നുണ്ടെങ്കിലും അതിന് പ്രത്യേകിച്ചൊരു ശരീരമില്ല. ശരീരത്തിനകത്ത് അത് കുടികൊള്ളുന്നുണ്ടെങ്കിലും ശരീരത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. ശരീരം നശിക്കുമ്പോൾ അത് നശിക്കുന്നില്ല, ശരീരം പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ജനിക്കുന്നുമില്ല. ശരീരം വളരുമ്പോൾ ആ ആത്മാവിന് വളർച്ചയും സംഭവിക്കുന്നില്ല. ശരീരം ക്ഷയിക്കുമ്പോൾ അതിന് ക്ഷീണവും തട്ടുന്നില്ല. ഇങ്ങനെ ശരീരത്തിനകത്ത് ശരീരത്തോടു കൂടിയവനല്ലാതെ അല്ലെങ്കിൽ അശരീരിയായി സ്ഥിതി ചെയ്യുന്നവനാണ് ആത്മാവ്. ആ ആത്മാവിനെ അങ്ങനെ മനസ്സിലാക്കണം. അശരീരം ശരീരേഷു. പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അനവസ്ഥേഷു അവസ്ഥിതം. അനവസ്ഥ എന്ന് പറഞ്ഞാൽ അഭാവം എന്നർത്ഥം. ഒന്ന് നശിക്കുമ്പോൾ അല്ലെങ്കിൽ ലയിക്കുമ്പോൾ, അപ്രത്യക്ഷമാകുമ്പോൾ
ആ അപ്രത്യക്ഷമാകുന്ന ഒന്നിൽ മാറാതെ മറയാതെ നശിക്കാതെ ഉള്ളവനാണ് ഈ ആത്മാവ് എന്നും മനസ്സിലാക്കണം. ശരീരമുള്ളപ്പോൾ ഈ ആത്മാവ് അശരീരിയായി അതിലുണ്ട്, ശരീരവുമായി ഒരു തരത്തിലും ബന്ധപ്പെടാതെ ഉണ്ട്. ആ ശരീരം നശിക്കുമ്പോൾ അല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോൾ മരിക്കാതെ ഒന്ന് അതിൽ ബാക്കി നിൽക്കുന്നു. അനവസ്ഥേഷ്വസ്ഥിതം. ഇങ്ങനെ ആത്മാവിനെ അറിയണം. ദേഹവിലക്ഷണമാണ് ഈ ആത്മാവ്. ദേഹവുമായി ഒരു ബന്ധവും ആത്മാവിനില്ല എന്ന് വ്യക്തമായി അറിയണം. ഇനി എന്തെങ്കിലും ആത്മാവിനെ കുറിച്ച് അറിയാനുണ്ടോ? ഒരു കാര്യം കൂടെയുണ്ട്. മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. ഈ ആത്മാവ് ശരീരത്തിനകത്ത് കുടികൊള്ളുന്നുണ്ടെങ്കിലും ഇത് മഹാനാണ്, എങ്ങും വ്യാപിച്ചിരിക്കുന്നതാണ്, സർവേശ്വരനാണ്, പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാന സത്യമാണ് എന്നും തൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ ഒരാൾ തിരിച്ചറിയണം. അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭും. വിഭു എന്ന് പറഞ്ഞാൽ പ്രഭു എന്നർത്ഥം, എന്തിനും പോന്നവൻ, സർവശക്തൻ എന്നർത്ഥം പ്രഭു. മഹാന്തം എന്ന് പറഞ്ഞാൽ മഹാൻ. അങ്ങനെ മഹാനും വിഭുവും ശരീരമുള്ളപ്പോൾ അശരീരിയായും ശരീരം നഷ്ടമാകുമ്പോൾ നഷ്ടപ്പെടാത്തവനായും എന്ന് പറഞ്ഞാൽ നശിക്കാത്തവനായും ആരാണോ ഈ ആത്മാവിനെ അറിയുന്നത് അവനാണ് ധീരൻ. മറ്റുള്ളവരൊക്കെ പേടിത്തൊണ്ടന്മാർ, ഭയന്താങ്കുള്ളികൾ. മരണത്തെ ഭയപ്പെടുന്നവർ ഭീരുക്കളാണ്. മരിക്കുന്നതിന് മുമ്പേ ധീരനായി മാറണം. തമേവ ധീരോ വിജ്ഞായ അതിമൃത്യുമേതി. ധീരൻ ശരീരത്തെ മരണം കവർന്നെടുക്കുന്നതിന് മുമ്പ് താൻ അമരനാണ് എന്നുള്ള സത്യത്തെ സാക്ഷാത്കരിക്കുന്നു, തിരിച്ചറിയുന്നു. അങ്ങനെ ആത്മാവിനെ താൻ ആത്മാവാണ് എന്ന് തിരിച്ചറിയാതെ ഈ ലോകം വിട്ട് യാത്രയാകുന്നവർ കൃപണന്മാർ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അനുകമ്പാർഹർ. അവരുടെ കാര്യം കഷ്ടം. അതിദുർലഭമായ മനുഷ്യജന്മം ലഭിച്ചിട്ടും അതിനെ വേണ്ടവണ്ണം വിനിയോഗിക്കാത്ത മണ്ടന്മാരാണവർ. അവരുടെ കാര്യം കഷ്ടം തന്നെ. ഒരു സുവർണാവസരം ലഭിച്ചിട്ടും അതിനെ വേണ്ടവണ്ണം പ്രയോഗിക്കാതെ അതിനെ പാഴാക്കി കളയുന്നവനെ എങ്ങനെ ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റും? അവന് ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ മണ്ടനാണ്, ബുദ്ധിയുള്ള മണ്ടൻ. ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെയാണ് നമ്മൾ സാധാരണ മണ്ടന്മാർ എന്ന് പറയുന്നത്. ഇവൻ ബുദ്ധിയുള്ള മണ്ടൻ. പഠിത്ത മുട്ടാൾ എന്ന് തമിഴിൽ പറയും. പഠിത്ത മുട്ടാൾ. ശാസ്ത്രങ്ങളൊക്കെ നല്ലപോലെ പഠിച്ച വിഡ്ഢി. കറികളുടെ രുചി അറിയാൻ കഴിയാതെ കറികളിൽ മുങ്ങിയും പൊങ്ങിയും കഴിയുന്ന തവിയെപ്പോലെയാണ് അവരുടെ സ്ഥിതി. തവിക്ക് ഏതെങ്കിലും കറിയുടെ രുചി അറിയാമോ? അത് പായസത്തിൽ മുങ്ങുന്നുണ്ട്, തോരനിൽ മുങ്ങുന്നുണ്ട്, സാമ്പാറിൽ മുങ്ങുന്നുണ്ട്, രസത്തിൽ മുങ്ങുന്നുണ്ട്. ഒരൊറ്റ ഒന്നിൻ്റെയും രുചി അറിയാൻ ഈ തവിക്ക് കഴിവില്ല. എന്തുകൊണ്ട്? അത് ജഡമാണ്. ഇതുപോലെ ബുദ്ധിയുണ്ടെങ്കിലും അതിൽ വിവേകം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരൊക്കെ ജഡബുദ്ധികളാണ്. ജഡബുദ്ധികൾ ഈ തവികളെപ്പോലെയാണ്. അവർ ഈ ശരീരം വിട്ട് പരലോകം എന്നൊരു ലോകം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും അവരെവിടെയായാലും അവർ കൃപണന്മാരാണ് എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. അവരോട് ജ്ഞാനികൾക്ക് അനുകമ്പ മാത്രമേ ഉള്ളൂ, കാരുണ്യം. അപ്പോൾ നമ്മയൊക്കെ നിന്ദിക്കുന്നവർ, മൂഢൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർ മാത്രമാണ് ഈ ജ്ഞാനികളെന്ന് വിചാരിക്കരുത്. നമ്മൾ കുട്ടികളെ ശകാരിക്കുന്നത് പോലെയാണ് അവർ നമ്മെ ശകാരിക്കുന്നത്. എടാ, നീ നന്നാവാൻ വേണ്ടിയാണ് നിന്നെ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ തല്ലുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ?
അച്ഛനമ്മമാർക്ക് കുട്ടികളുടെ ഇഷ്ടം ഇല്ലാഞ്ഞിട്ടാണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ കുട്ടികൾ ഇവർ നശിച്ചു പോകരുത് എന്നുള്ള സംഘം അല്ലെങ്കിൽ ഇഷ്ടക്കൂടുതൽ ഉള്ളത് കൊണ്ടാണ് മാതാപിതാക്കളും അതുപോലെ അധ്യാപകന്മാരും കുട്ടികളെ ശകാരിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നത്. അവർ നന്നായി കാണണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മെ പരിഹസിക്കാൻ വേണ്ടിയല്ല മൂഢൻ, അജ്ഞൻ, ബുദ്ധിശൂന്യൻ എന്നൊക്കെ ജ്ഞാനികൾ നമ്മെ വിളിക്കുന്നത്. അങ്ങനെ ആ ആത്മാവിനെ മഹാനും വിഭുവുമായി അറിഞ്ഞിട്ട് സാക്ഷാത്കരിച്ചിട്ട് ഞാൻ ആ ആത്മതത്വമാണ് എന്ന് മനനത്തിലൂടെ നിരന്തരം വിചിന്തനത്തിലൂടെ അറിഞ്ഞിട്ട് ധീരോ ന ശോചതി, ധീരൻ ദുഃഖിക്കുന്നില്ല. ആരാണ് ഇവിടെ ദുഃഖിക്കാത്തവൻ? മായയെ തരണം ചെയ്തവൻ. ആരാണ് മായയെ തരണം ചെയ്തവൻ? മായയ്ക്കപ്പുറത്തുള്ള ആത്മതത്വത്തെ സൂര്യതുല്യം അത് താനാണ് എന്ന് കണ്ടെത്തിയവനാണ് വാസ്തവത്തിൽ ധീരൻ. നാരദീയ ഭക്തിസൂത്രത്തിൽ ഒരു ഭാഗമുണ്ട്, ഒരു സൂത്രമാണ്, ഒരു ചോദ്യമാണത്. കസ്തരതി 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 മായാം. മായയെ ആര് തരണം ചെയ്യുന്നു? ആര് തരണം ചെയ്യുന്നു? ആര് തരണം ചെയ്യുന്നു? ആരാണ് മായയുടെ അപ്പുറത്ത് പോകുന്നത്? സകലതും ഈശ്വരമയമാണെന്ന് ആർക്ക് കാണാൻ കഴിയുന്നുവോ അവൻ മാത്രം മായയെ തരണം ചെയ്യുന്നു. മറ്റുള്ളവർ മായയിൽ പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് മായയുടെ തലത്തെ അതിക്രമിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതയേവ സ മരണാദിദേഹധർമ്മൈഹി ന യുജ്യത ഇത്യാഹ. ജ്ഞാനിക്ക് മരണമില്ല. ജ്ഞാനിക്ക് മരണമില്ല എന്ന് പറയുന്നത് പോലും ശരിയായ ഒരു പ്രയോഗമല്ല. ജ്ഞാനി എന്നൊരാളില്ലല്ലോ. ജ്ഞാനി ബ്രഹ്മമായി മാറിയിരിക്കുന്നു. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മജ്ഞാനി എന്ന ഒരാളില്ല, അത് ബ്രഹ്മമാണ്. അദ്ദേഹം ഞാൻ, എനിക്ക്, എൻ്റെ, എന്നോട്, എന്നിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരു ആത്മജ്ഞാനി പറയുമെങ്കിലും ഞാൻ എന്നൊരു ഭാവം അദ്ദേഹത്തിൻ്റെ ഉള്ളിലില്ല. അല്ലെങ്കിൽ അത് ഒരു നിഴല് പോലെയേ ഉള്ളൂ. താനൊരു വ്യക്തിയാണെന്നുള്ള വിചാരം അദ്ദേഹത്തിന് അശേഷമില്ല. അങ്ങനെ തന്നെ ആത്മാവായി ഭാവന ചെയ്ത് ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് നിരന്തരം ചിന്തിച്ചാണ് അതിനെ സാക്ഷാത്കരിക്കേണ്ടത്. മറ്റ് കർമ്മങ്ങളൊന്നും അതൊക്കെ വ്യർത്ഥമാണ് എന്ന അഭിപ്രായമില്ല. അതൊക്കെ ചിത്തശുദ്ധി നേടിത്തരും. സത്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരമാവധി ലഭിക്കുന്നത് ചിത്തശുദ്ധി മാത്രമാണ്. ചിത്തശുദ്ധി ഉണ്ടെങ്കിലേ ആധ്യാത്മികതയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റൂ. നിങ്ങൾ ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ വാതിലിൽ ഒരാൾ നിൽക്കും. നമ്മൾ തിയേറ്ററിലോ സിനിമയൊക്കെ കാണാൻ വേണ്ടി കയറുമ്പം പാസ്സുണ്ടോ അല്ലെങ്കിൽ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അതുപോലെ നിങ്ങൾ ആധ്യാത്മികതയിലേക്ക് കാലൂന്നുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ആലോചിക്കണം. എനിക്ക് ചിത്തശുദ്ധിയുണ്ടോ? ഞാൻ ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞു? അല്ലെങ്കിൽ സാധന ചതുഷ്ടയ സമ്പത്ത് എനിക്കുണ്ടോ? വിരക്തി, വിവേകം, ശമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം, ഈ 4 സവിശേഷതകൾ അല്ലെങ്കിൽ 4 ധനങ്ങൾ, സ്വത്തുകൾ എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആധ്യാത്മികതയിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് കടക്കാം, ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ചിലരുടെ പ്രഭാഷണം കേൾക്കാൻ, ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാൻ ആളുകൾ തടിച്ചു കൂടാറുണ്ട്. അത് പ്രഭാഷണത്തിൻ്റെ മികവ് കൊണ്ടല്ല. അദ്ദേഹം കൂടെ ചില തമാശകളൊക്കെ പറയും. അത് കേട്ട് ചിരിക്കാൻ വേണ്ടിയാണ്. അതിന് വല്ല കോമഡി ഷോ വല്ലതും കണ്ടാൽ പോലെ ചിരിക്കണമെങ്കിൽ. ചിലരതാണ് പറയുന്നത്, നിങ്ങൾ ക്ലാസ് കുറച്ചുകൂടെ ലൈവ്ലി ആക്കണമെന്ന്. ഞാൻ എന്താ നിങ്ങളെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കണോ? ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാനൊരു കോമാളി വേഷം കെട്ടിയിട്ട് ഇവിടെ വന്ന് കോപ്രായങ്ങൾ കാണിക്കാം, നിങ്ങളെല്ലാം പൊട്ടിച്ചിരിക്കുമല്ലോ. ചിരിക്കാൻ വേറെ
സ്ഥലങ്ങളുണ്ട് സുഹൃത്തുക്കളെ, ഇഷ്ടം പോലെയുണ്ട്. ഒരുത്തൻ ഉടുതുണിയില്ലാതെ റോട്ടിൽ കൂടെ നടന്നാൽ ചിരിക്കുന്ന ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്, അല്ലേ? നഗ്നനായി നടക്കുന്ന ഒരാളെ കണ്ടാൽ ചിരിക്കുന്നവരാണ് ഈ മനുഷ്യർ. അവർക്ക് ചിരിക്കാൻ വിശേഷിച്ച് എന്തെങ്കിലും വേണമെന്നില്ല. ചിരിക്കാൻ വേണ്ടിയാവരുത് നമ്മുടെ ആധ്യാത്മിക പ്രഭാഷണം. ചിരിക്കാൻ വേറെ സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ അവിടെ പോകും, അല്ലെങ്കിൽ ബോബനും മോളിയുമായി വാങ്ങി വായിക്കൂ. ഇഷ്ടം പോലെയുണ്ട്. ടോംസ് കോമിക്സ് വായിച്ച് ചിരിക്കാം, ഓർത്തോർത്ത് ചിരിക്കാം. ആധ്യാത്മികത എന്ന് പറയുന്നതല്ല, അത് അറിവ് നേടിത്തരാനാണ്. ഒരു പ്രഭാഷണം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നിങ്ങൾ ഏത് മാർഗത്തിലൂടെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നുവോ നിങ്ങൾക്ക് അല്പമെങ്കിലും? അതില്ലെങ്കിൽ ഈ പ്രഭാഷണമൊക്കെ ആരുടെ ആയാലും, എൻ്റെ ആയാലും ശരി, മറ്റൊരാളുടെ പ്രഭാഷണമായാലും ശരി, ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ദിവസേന വന്ന് കേൾക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ മനസ്സ് ഉന്നത പദവിയിലെത്തണം എന്ന് പറഞ്ഞാൽ മനസ്സ് പവിത്രമാകുന്നതിനെയാണ് ഉയർച്ചയിലെത്തുക എന്ന് പറയുന്നത്. മനസ്സ് പവിത്രമാകണം. അതിന് ഉതകാത്ത പ്രഭാഷണങ്ങൾ പ്രയോജനമില്ല. കുറേ നേരം സമയം പോക്കാം, അത്രയേ ഉള്ളൂ. ഒരു പാസ് ടൈം. പലരും ഈ ആധ്യാത്മിക സദസ്സിൽ വരുന്നവർ, പ്രഭാഷണം കേൾക്കാനും മറ്റുമൊക്കെ വരുന്നവർ, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തവർ. ഐ ആം വെരി സോറി ടു സ്റ്റേറ്റ് ദിസ് ഇൻ പബ്ലിക്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തവരാണ് ഈ ആധ്യാത്മിക സദസ്സുകളിൽ വന്നിരിക്കുന്നത്. അവർക്ക് ആ വിഷയത്തിൽ അശേഷം താല്പര്യമില്ല. അതുകൊണ്ടാണ് പ്രഭാഷണം തുടങ്ങി 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ ഉറക്കം തൂങ്ങുന്നത്. നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ? ഞാനും ഉറങ്ങിയിട്ടുണ്ട്, സത്യം പറയാം. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ക്ലാസ്സുകളിൽ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. താല്പര്യക്കുറവുകൊണ്ടല്ല, ചിലപ്പോൾ ശാരീരിക ക്ഷീണം ഉണ്ടാവും, അല്ലാതെ ആ വിഷയം ബോറടിച്ചത് കൊണ്ടല്ല. ഇത് ശാരീരിക ക്ഷീണമൊന്നും ഇല്ലാതെ തന്നെ ആത്മീയ പ്രഭാഷണം നടക്കുന്ന സദസ്സുകളിൽ വന്നിരുന്ന് മുൻനിരയിൽ തന്നെ ഇരുന്ന് ഉറങ്ങുന്നവരെ കുറിച്ച് അവരെന്ത് പറയണമെന്നുള്ളത് എനിക്കറിയത്തില്ല. പറഞ്ഞാൽ അത് അവർക്ക് വിഷമമുണ്ടാകും. അതിലുപരി അവരെ എന്തെങ്കിലും വിമർശിക്കുകയോ അല്ലെങ്കിൽ മോശമാക്കി സംസാരിക്കുകയോ ചെയ്താൽ എൻ്റെ മനസ്സ് അശുദ്ധമാകും. ഞാൻ എങ്ങനെയെങ്കിലും ഈ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞാൽ പിന്നെ ചിലതൊക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പറഞ്ഞു പോകുന്നു. അതിന് നിങ്ങൾ എന്നോട് സദയം ക്ഷമിക്കുക, അല്ലാതെ വേറൊന്നുമല്ല. എങ്ങനെയെങ്കിലും ആൾക്കാർ ഇത് കേട്ട് നല്ലതുപോലെ ഗ്രഹിക്കണം. അവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവണം. ഉന്നതമായ ആ മോക്ഷപദത്തിൽ എല്ലാവരും എത്തിച്ചേരണം എന്നാണ് ഏതൊരു ആത്മീയ പ്രഭാഷകനും മനഃപൂർവ്വമായി ആഗ്രഹിക്കുന്നത്. തൻ്റെ പ്രഭാഷണം കേട്ട് നശിച്ച് നാമാവശേഷമായി പോട്ടെ എന്ന് ആരും കരുതാറില്ല. ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടിയെന്ന് നിങ്ങൾ പറയുമായിരിക്കും, സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയോട് അദ്ദേഹത്തിന് കൂറുണ്ട്, കടപ്പാടുണ്ട്. ഈ കുട്ടികളൊക്കെ നാളത്തെ പൗരന്മാരായി മാറേണ്ടവരാണ്, നല്ല പൗരന്മാരായി മാറണം എന്ന് അദ്ദേഹത്തിന് അല്പമെങ്കിലും താല്പര്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ അധ്യാപന പ്രവൃത്തിയിൽ അല്പമെങ്കിലും നീതി പുലർത്താൻ പറ്റുന്നത്, ആ തൊഴിലിനോട് നീതി പുലർത്താൻ പറ്റുന്നത് അല്പമെങ്കിലും ആത്മാർത്ഥത ഈ അധ്യാപകരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് വേദാന്തം പ്രസംഗിക്കുന്നവർ. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. 1.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വൺ വേ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എന്തിന് അവർ ഈ തൊണ്ടവെള്ളം പറ്റിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ, എല്ലാവരും രക്ഷപ്പെടും എന്ന് കരുതാൻ മാത്രം വിഡ്ഢികളല്ല ഈ വേദാന്തികൾ. ആ സദസ്സിലുള്ള ആരെങ്കിലും ഒരാൾ
ഒരു ജീവൻ, ആ ജീവൻ രക്ഷപ്പെട്ടാൽ അയാളുടെ ആ പ്രഭാഷണം സഫലമായി സാർത്ഥകമായി എന്ന് അദ്ദേഹം കരുതുന്നു. അതയേവ സമരണാദിദേഹധർമ്മൈർനയുജ്യതേ. ജ്ഞാനിക്ക് ജനനം മരണം തുടങ്ങിയ ദേഹധർമ്മങ്ങളില്ല. അതൊക്കെ ശരീരത്തിനാണ്. ശരീരമാണ് ജനിക്കുന്നത്, അതാണ് വളരുന്നത്, അതാണ് ക്ഷീണിക്കുന്നതും മരിക്കുന്നതും. ജ്ഞാനിക്ക് ശരീരവുമായി യാതൊരു ബന്ധവുമില്ല. കുടം ഉടഞ്ഞാൽ കുടത്തിനകത്തുള്ള ആകാശം ഉടയുമോ? ഇതൊരു കൂടാണ്. ഒരാളുടെ ഷർട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അയാളുടെ ഷർട്ടല്ല, ശരീരത്തിനകത്ത് അയാൾ ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഷർട്ടിൻ്റെ ഉള്ളിൽ അയാളുടെ ശരീരം. അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ആ ആത്മാവിന് ശരീരവുമായി യാതൊരു ബന്ധവുമില്ല. അത് തികച്ചും വിഭിന്നമാണ്. ശരീരധർമ്മങ്ങളൊന്നും ആത്മാവിൽ കാണപ്പെടുന്നില്ല, ആത്മധർമ്മങ്ങളൊന്നും ശരീരത്തിലും കാണപ്പെടുന്നില്ല. ഇങ്ങനെ തികച്ചും വിലക്ഷണങ്ങൾ. ഇരുട്ടും വെളിച്ചവും പോലെ, ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും പോലെ, സ്വർഗവും നരകവും പോലെ, ഭാര്യയും ഭർത്താവും പോലെ, രണ്ട് ധ്രുവങ്ങളിൽ കഴിയുന്നവരാണ്. അത് പറഞ്ഞത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, സത്യം പറയുമ്പോൾ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. സത്യമാണ്. ചട്ടിയും കലവുമൊക്കെ ആയ തട്ടിയും മുട്ടിയിരിക്കും. അങ്ങനെ പോകുന്നു. രണ്ടുപേരും കൂടെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടിയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരാകുന്ന കാളകൾ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടിയാണ് ഈ ജീവിതം. അല്ല, കുട്ടികളില്ലേ? കുട്ടികളെ ആദ്യം കുറച്ച് കാലം വലിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് അവർ മാതാപിതാക്കന്മാരെ വലിപ്പിക്കും. വയസ്സാകുമ്പോൾ വലിപ്പിച്ചിട്ട് പോകും. എല്ലാവരും അല്ല കേട്ടോ, എല്ലാ കുട്ടികളെയും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടല്ലോ. തന്നെ പെറ്റു വളർത്തിയ മാതാപിതാക്കളെ, തന്നെ ഒരു വിദ്യാഭ്യാസവും വസ്ത്രവും ഊണും ഒക്കെ തന്ന് ഒരാളാക്കിയ മാതാപിതാക്കളെ എങ്ങനെയാണ് വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കാൻ ഈ നന്ദികെട്ട മക്കൾക്ക് തോന്നുന്നത്? അതെന്ന് പറഞ്ഞാൽ ആ നന്ദികേടുണ്ടല്ലോ, അത് ദൈവം പോലും പൊറുക്കില്ല. അത് പ്രായശ്ചിത്തമില്ലാത്ത കുറ്റമാണത്, പ്രായശ്ചിത്തമില്ലാത്ത പാപമാണത്. മാതാപിതാക്കളെ അവരുടെ വയസ്സുകാലത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റെന്ത് പാപങ്ങൾ വേണമെങ്കിലും ചെയ്തോളൂ, നമ്മുടെ മാതാപിതാക്കളെ പരിരക്ഷിക്കേണ്ട കടമ നമുക്ക് ഉണ്ട്. അതായിരിക്കണം നമ്മുടെ പ്രഥമ കർത്തവ്യം. ഈ അച്ഛനമ്മയ്ക്കും അനുഭവിക്കാനുള്ള കർമ്മം എങ്ങനെയായിരുന്നു? അച്ഛൻ്റെ അമ്മയുടെയും കർമ്മമാണ് വൃദ്ധസദനത്തിൽ കഴിയുക എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണെങ്കിൽ എല്ലാ പാപികളും അങ്ങനെ സംസാരിക്കും. അയാൾ എൻ്റെ കൈ കൊണ്ട് മരിക്കാൻ വിധിയുള്ളത് കൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. ഇതെന്ത് ന്യായം? ഇതിലെന്ത് ലോജിക്കാണുള്ളത്? അയാളുടെ പ്രാരബ്ധം നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ പ്രാരബ്ധം തന്നെ നിങ്ങൾക്കറിയില്ല. എൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ടവനാണ് അവൻ എന്ന് നിങ്ങളെങ്ങനെ തീരുമാനിക്കും? അപ്പം അങ്ങനെയുള്ള കഴമ്പില്ലാത്ത പൊള്ളയായ യുക്തികൾ നിരത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. നമുക്ക് ധാർമ്മികമായ ചില ചുമതലകളുണ്ട്. എന്താണ് അനുഷ്ഠിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം ധർമ്മശാസ്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ പിന്തുടരുക, അനുവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം. അതെല്ലാം ചെയ്തിട്ട് ജ്ഞാനമൊക്കെ നേടിയിട്ട് ഈ പ്രാരബ്ധത്തെക്കുറിച്ച് സംസാരിക്കാം. അതുകൊണ്ട് നമുക്കിന്ന് ഇവിടെ നിർത്താം. തുടർന്നുള്ള ഭാഗം നാളെ വായിക്കാം.